ഇതാണ് ഇസ്രായേലിൽ മഴയാണ് കേട്ടോ. നമുക്ക് താല്പര്യമുള്ള സമയങ്ങളിൽ സമയമല്ല. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് പോളി ഹൗസിലാണ്. നമുക്ക് മുഴുവൻ പോളി ഹൗസാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടില്ല, ആ വീഡിയോയിൽ പറഞ്ഞത് ഈ പ്രദേശം മുഴുവൻ പോളി ഹൗസാണ്. പിന്നെ ഇത് വെസ്റ്റ് ബാങ്ക് എന്ന് പറയും. വെസ്റ്റ് ബാങ്ക് സൈഡാണ്. ഇത് പാലസ്തീൻ ബോർഡറാണ്. അത്രയും പാലസ്തീനാണ്. പാലസ്തീനാണ് അത് അതിൻ്റെ പ്രദേശമാണ്. ഇവിടെ മുഴുവൻ പോളി ഹൗസാണ്. ഞാനകത്ത് നിങ്ങൾക്ക് ഇങ്ങോട്ട് മാറി എന്താ വെച്ചാൽ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ ഒരു 3-4 മാസത്തേക്ക് മഴയുണ്ടാവും, സ്ഥിരമായിട്ട് മഴയുണ്ടാവും. അപ്പോൾ മാസത്തിൽ 10-15 പണി കിട്ടും. പക്ഷേ പോളി ഹൗസിലാകുമ്പോൾ സ്ഥിരം പണിയുണ്ടാവും, വർക്കുണ്ടാവും. പക്ഷേ ഈ പോളി ഹൗസിൽ കുഴപ്പമെന്ന് വെച്ചാൽ സീസൺ ടൈമിൽ നമുക്ക് പോളി ഹൗസിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ സീസൺ ടൈമിൽ പോളി ഹൗസിൽ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരിക്കും. അതാണ് നമ്മുടെ കുക്കുംബർ കക്കിരി തോട്ടമാണിത്. കക്കിരി പറിച്ചുകൊണ്ടിരിക്കുകയാണ്. കക്കിരി പറിച്ച് ബോട്ടിലാക്കി കയറിപ്പോകും. നമുക്ക് 120 പോളി ഹൗസാണ് ഉള്ളത്. അപ്പോൾ നമുക്കുള്ളത് ഒരു പോളി ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോളി ഹൗസിനകത്ത് 4 ലൈനാണ് പോകും. 1, 2, 3, 4 ലൈനാണ് വരും. അങ്ങനത്തെ ഈ ഒരാളിക്കുള്ള 160 പോളി ഹൗസ്. നമുക്ക് മറ്റേ 3 ദിവസം കൂടുമ്പോൾ മറ്റേ ഒറ്റ സ്ഥലത്ത് പറിച്ച് പോകാം. കാരണം ഇന്ന് പറിച്ച് കഴിഞ്ഞാൽ നാളെ മറ്റന്നാളും പറിക്കില്ല. അതിൻ്റെ പിറ്റത്തെ ദിവസം 3-ാമത്തെ ദിവസം വീണ്ടും പറിക്കണം. അപ്പം ഇസ്രായേലിൽ വന്നിട്ട് നല്ലൊരു അടിപൊളി മഴ. ഇത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം മഴ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ പുറത്ത് വർക്ക് ചെയ്യുന്നവർക്കൊന്നും ഇന്ന് പണിയില്ല. കാരണം വെച്ചാൽ മഴ സമയത്ത് പണി ഉണ്ടാവില്ല. മഴ ഇത്രയ്ക്കും പണി ഇരിക്കില്ല. നല്ല അടിപൊളി മഴ. ഇതാണ് ഇത് വെസ്റ്റ് ബാങ്ക് സൈഡ്, പാലസ്തീൻ അങ്ങോട്ട്. ഈ പോകുന്ന ലൈനൊക്കെ മറ്റേ പാലസ്തീനിലേക്ക് പോകുന്ന കറണ്ട് സപ്ലൈയുടെ ലൈനാണ് ഈ മേളിൽ കാണുന്നത്. പാലസ്തീനിലേക്ക് പോകുന്നതാണ്. ഇസ്രായേലിൽ നിന്നാണല്ലോ അങ്ങോട്ട് കറണ്ടും വെള്ളവും സംവിധാനം ഇറക്കിയിട്ട് കൊടുക്കുന്നത് ഇസ്രായേലിൽ നിന്നാണ്. ഈ കാണുന്ന ലൈൻ ഈ ലൈനാണ് പാലസ്തീനിലേക്ക് പോകുന്നത്. എന്നിട്ട് അവിടുത്തെ നായിൻ്റെ മക്കൾക്ക് അതിൻ്റെ പൊരുമയോ നന്ദിയൊന്നുമില്ല തീവ്രവാദികൾ. അപ്പം ഗോയ്ക്കുള്ളിൽ നിന്ന് പുറത്ത് വരുന്നതിനൊക്കെ വരുമ്പോൾ കീറ്റുന്നുണ്ട്. മറ്റേ മുള്ളപ്പന്നിനെ മറ്റേ മുളക് വെച്ച് പോച്ചി അടിക്കും പോലെ എല്ലാത്തിനും ചാടിക്കുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം ചാടിയവനെയൊക്കെ നാളെ ചാടി നാളത്തിനെ സ്പോട്ടിൽ കാറ്റിക്കൊണ്ട്. ഇവിടെയൊക്കെ 2 ദിവസമായിട്ട് തുടർച്ചയായിട്ട് മഴ പെയ്താൽ ഭയങ്കര വെള്ളപ്പൊക്കമാവും. കാരണം പൂഴിയാണെങ്കിലും മറ്റേ ചെളിമണ്ണും പൂഴിയൊക്കെ ആണെങ്കിലും ഈ വെള്ളം താഴത്തില്ല. ഞാനിപ്പം ലൈവിൽ ബീഹാറിലെ വോട്ടെണ്ണലിൻ്റെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 20 മിനിറ്റ് പറയാം, അരമണിക്കൂർ ബ്രേക്കാണ്. ബ്രേക്കിൽ ഒരു റിവ്യൂ എടുത്തേക്കാം. രാവിലെ മഴ. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ നല്ല കർഷകർക്കുള്ള വെള്ളം ഇവിടെ മഴക്കാലമായാലും ഇതിനൊക്കെ വെള്ളം വേണമല്ലോ. എല്ലാം വെള്ളമെല്ലാം സർക്കാർ ഫ്രീ ആണ്. അതിൻ്റെ കാരണം അപ്പോൾ 50 സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇത് പോളി ഹൗസ് ഇതിന് എൻജില്ല കേട്ടോ. ഈ പോളി ഹൗസിനൊന്നും എൻജില്ല. ഇത് ഫുള്ള് ഇങ്ങനെ കിടപ്പുണ്ടെങ്കിലും കിലോമീറ്ററുകളിൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ, ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ, ഈ കുക്കുമ്പർ മാത്രമേ ഉള്ളൂ. മൊത്തം ഡെയിലി 100 കണക്കിന് കണ്ടെയ്നറാണ് ഇവിടുന്ന് കയറി പോവുക.
US, UK, ഓസ്ട്രേലിയ, ഫ്രാൻസ് എല്ലാ രാജ്യത്തേക്കും യൂറോപ്യൻ രാജ്യത്തേക്ക് മൊത്തം പേര് പോകും. അപ്പോൾ ഓക്കെ ബൈ. നല്ല ഇടിമിന്നലുണ്ട്, ഇടിവാളുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ബീഹാറിലെ BJP സഖ്യം സഖ്യം അടിച്ച് മുന്നേറുന്നുണ്ട്. അതുപോലെ തന്നെ 2026 മെയ് മാസം നടക്കുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സഖ്യം അടിച്ച് മുന്നേറാനായിട്ടുള്ള എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി ആ തെരഞ്ഞെടുപ്പ് കൂടെ കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു എൻ്റെ പേരിൽ എന്തൊക്കെയോ ചില 1-2 നൂലാമാലകളുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ആ പിണറായി വിജയൻ എന്ന് പറഞ്ഞ അവന് ബഹുമാനപ്പെട്ട കൂട്ടാണ്ട് മുമ്പിൽ വേറെ പരന്നാ കൂട്ടിയിട്ടുള്ള 2 വാക്യങ്ങൾ കൂട്ടിയിട്ടൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 1-2 പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട് അതിൻ്റെയൊക്കെ. അതുകൊണ്ട് ഈ പരനാരി വിജയൻ താഴെ ഇറങ്ങിയതിന് ശേഷം മാത്രമേ ഈ നാട്ടിലേക്കുള്ളൂ. ഓക്കെ, ബൈ ബൈ.